ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട്, ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ല, ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ ഒരു നല്ലൊരു ലുക്കും ആയിരിക്കും. ഞാനത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഒരു ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായി, ഞാൻ നോർമൽ ലൈറ്റിലിരുന്നാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ചെറിയൊരു വെയിലടിക്കുന്ന ഒരു ഷെയ്ഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറാണ്. ഞാൻ ജെൽ പ്രൈമറാണ് ഉപയോഗിക്കുന്നത്, കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ജെൽ പ്രൈമർ ഉപയോഗിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സ്ട്രോബ് ക്രീം കൂടെ ആഡ് ചെയ്യും, കാരണം ഒരു ചെറിയ ഗ്ലോസി എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഒരു ശകലമേ ഉള്ളൂ, നമ്മുടെ എൻവൈബയുടെ സ്ട്രോബ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് നമ്മുടെ മുഖത്ത് ഓപ്പൺ പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ആയിട്ട് ഒരു ഫ്ലോഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു തെളിച്ച് ഒരു വെട്ടം വന്നതുപോലെ തോന്നിയില്ലേ? നേരത്തേനേക്കാട്ടിലും നല്ലതുപോലെ ഈവനായിട്ട് എല്ലായിടത്തും ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഒരു ബനാന പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു നമ്മുടെ ഷുഗർ പോപ്പിൻ്റെ ബനാന പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കയ്യിലൊരു ശകലം എടുത്ത് അതൊന്ന് നമ്മുടെ ആ ഒരു പ്രൈമർ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശകലം ബനാന പൗഡർ എടുത്ത് അത് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. വേറെ പ്രത്യേകിച്ച് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ടൗണിലോ കാര്യങ്ങളോ അങ്ങനെ എവിടെയെങ്കിലും പൗഡർ പഫ് കൊണ്ട് ഇടണം. ഇപ്പോൾ നമ്മൾ തമ്മിലിപ്പോൾ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിട്ട് കൊടുക്കുകയാണ്, ബനാന പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ബനാന പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ ഒരു ഏകദേശം ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, ജെൽ പ്രൈമർ കൂടെ ആയത് കാരണം നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചിലർ ചോദിച്ചു, ഫിൽറ്ററാണോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഫിൽറ്റർ ആണെങ്കിൽ നോക്കടാ, എൻ്റെ കൈയുടെ കൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫിൽറ്റർ കയ്യിൽ കളറിൻ്റെ വ്യത്യാസം വരില്ലേ? അപ്പോൾ ഫിൽറ്ററൊന്നും ഇല്ല. എനിക്ക് അതിനെ ഫിൽറ്റർ ഇട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു അത്ര വരെയൊന്നും ലെവലിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ആയോ, ഈവനായിട്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് എല്ലായിടത്തും ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ബ്രൗൺ കളറ് ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കും. എന്നിട്ട് കണ്ണിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒരു ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ തേച്ച് കൊടുക്കും. ഐ ഷാഡോ ഒന്നും ഞാൻ അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോകുന്നതിന് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ ഒരു പരിപാടിക്ക് വേണ്ടുന്ന ഐ ഷാഡോയും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. നമുക്ക് അന്നേരം നമ്മളിടുന്ന ഏത് ലിപ്സ്റ്റിക്കാണോ അതാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ എഴുതാൻ പോകുന്ന ഐലൈനർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണണം, അതിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ സാധാരണ എടുക്കാറുള്ള ഇൻസൈറ്റിൻ്റെ തന്നെ ജെൽ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഇത് തന്നെ എടുക്കാൻ നോക്കാറുള്ളൂ. ഇതിനി ഇൻ കേസ് ഞാൻ എപ്പോഴെങ്കിലും തപ്പുമ്പോൾ കിട്ടാണ്ട് വന്നാൽ മാത്രമേ ഞാൻ പ്രത്യേകിച്ച് വേറെ ഡാസ്ലേഴ്സിൻ്റെയോ അങ്ങനെ അല്ലെ എന്തെങ്കിലും ഒരു ഐലൈനർ ഞാൻ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്
നോക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. മാഴ്സിൻ്റെ കുറച്ച് കുച്ചിപ്പുടി റേഞ്ചിലുള്ള നല്ല കുറച്ച് ലിപ്സ്റ്റിക്കുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, 3 ഷെയ്ഡുകൾ. എൻ്റെ പോലത്തെ ഡസ്കി സ്കിന്നിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഷെയ്ഡ്, ഒരു 2-3 ഷെയ്ഡുകളാണ്. നല്ലതുപോലെ ചേരുവടാ. നമുക്ക് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡിലേക്കുള്ളവർക്ക് എന്തായാലും നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കിട്ടാൻ നല്ല പാടാണ്. എന്നാൽ ഇവരുടെ ഈ ഒരു 3 ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം 2 കണ്ണും ഞാൻ നല്ലതുപോലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ചിലപ്പോഴൊന്നുമല്ല, ചിലപ്പോൾ ഒന്ന് വാലിട്ട് കൊടുക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്തിരുന്നാണ് മാക്സിമം ഞാൻ വീഡിയോ എടുക്കാതെ. എനിക്ക് വീടിനകത്തൊന്നും അതിനുള്ള സൗകര്യമില്ല, ആകെ 2 മുറിയേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ മാക്സിമം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ താഴെ ബ്ലാങ്കായിട്ട് വിടണ്ടെന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഈ ബാക്കി ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഇന്നർ കോർണറും ഔട്ടർ കോർണറും മാത്രം, നടുക്കില്ല, ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ബ്ലാങ്കായിട്ട് വിടണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ണിനൊരു ചെറിയൊരു വലിപ്പം, ഒരു വലിപ്പം വെച്ചതുപോലെ ഒന്ന് കണ്ണൊന്ന് വലുതാക്കി കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തുള്ള ഇത്. പിന്നെ നമുക്ക് വലിയ ഫങ്ഷനും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഒരു ആവശ്യത്തിന് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു കാര്യമില്ല, എനിക്ക് വേറെ എന്തില്ലെങ്കിലും ഞാൻ സഹിക്കുമെന്ന് പറയും. അപ്പോൾ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടാൻ പോകുന്നത് അടുത്തതായിട്ട്. കണ്ടില്ലേ, ലിപ്സ്റ്റിക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാത്തത് പോലെയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു പൊട്ട് വെക്കേണ്ട ഒരു കുറവ് കൂടെ ഉണ്ട്, ഞാനത് എടുക്കാൻ മറന്നതാണ്. സാധാരണ ഞാൻ പൊട്ടങ്ങനെ എടുക്കാൻ മറക്കുന്നതല്ല. നമുക്കപ്പോൾ തൽക്കാലം നമ്മുടെ ജെൽ ഐലൈനർ വെച്ച് തന്നെ നമുക്കത് പരിഹരിക്കാം. ജസ്റ്റ് ഒരു ബിന്ദി പോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. എനിക്ക് പൊട്ട് തൊട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഫിനിഷ് ആകാത്തൊരു പ്രതീതിയാണ്. അപ്പോൾ പൊട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ആരും കണ്ടാൽ ഒരു തെറ്റ് പറയാത്ത രീതിയിൽ നല്ലൊരു മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒത്തിരി പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒക്കേഷനിൽ എന്തെങ്കിലും പരിപാടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കൂടെ കൂടിയാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, മേക്കപ്പ് വീഡിയോസ് മാത്രമോ അല്ലെങ്കിൽ വ്ളോഗ്സ് മാത്രമോ അല്ലാണ്ട് അതിന് പുറമിലേക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമാകുക. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടമാകുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.